നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. സി അച്യുതമേനോൻ ദിനവും അനുസ്മരണ സമ്മേളനവും ടൗൺ ഹാളിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. ജമ്മു കാശ്മീരിൽ ഹരിയാന തെരഞ്ഞെടുപ്പ് തീയതികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഭൂമി തരം മാറ്റൽ അപേക്ഷ ഫീസിനത്തിൽ 2000 കോടി രൂപ സർക്കാരിന് ലഭിച്ചിട്ടും നെൽ കർഷകർക്ക് നെല്ല് നൽകിയ വില ലഭിച്ചില്ലെന്ന് ദാസൻ കാട്ടുങ്കൽ. കുറാഞ്ചേരി ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞ 19 പേരുടെ സ്മരണകളുമായി ബന്ധുക്കളും ജനപ്രതിനിധികളും മരിച്ചവരുടെ ചിത്രങ്ങളിൽ പുഷ്പാർച്ചന നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. സി അച്യുതമേനോൻ ദിനവും അനുസ്മരണ സമ്മേളനവും ടൗൺ ഹാളിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ എൻഡോമെന്റുകൾ സമർപ്പിച്ചു. KP രാജേന്ദ്രൻ, CN ജയദേവൻ, KK വത്സരാജ്, TR രമേശ് കുമാർ, P. ബാലചന്ദ്രൻ MLA തുടങ്ങിയവർ സംസാരിച്ചു. നവകേരളത്തിന്റെ ശില്പികളിൽ ആദ്യം പറയേണ്ട പേരാണ് സി അച്യുതമേനോൻ എന്നത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബിനോയ് വിശ്വം പറഞ്ഞു. രാജ്യം കണ്ട ഏറ്റവും മികച്ച ഇടതുപക്ഷ നയത്തിൽ അധിഷ്ഠിതമായ നിയമങ്ങളും നടപടികളുമാണ് അച്യുതമേനോൻ ഭരണകാലത്തായിരുന്നത്. ഭൂപരിഷ്കരണ നിയമം എന്ന ഏറ്റവും വിപ്ലവകരമായ നിയമം പാസാക്കിയത് അദ്ദേഹത്തിന്റെ സർക്കാരായിരുന്നു. ലക്ഷം വീട് പദ്ധതിയും ഗ്രാറ്റുവിറ്റി നിയമം പാസാക്കിയതും അന്നാണ്. ഒരു നഷ്ടപരിഹാരവും നൽകാതെ വമ്പന്മാരുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ഏറ്റെടുത്ത് നാടിന്റെ ഭാവിയെപ്പറ്റി പരിസ്ഥിതിയെപ്പറ്റിയുള്ള നല്ല ബോധ്യമുള്ള മുഖ്യമന്ത്രിയായിരുന്നു സി അച്യുതമേനോൻ. ആ സർക്കാരിനെ എന്തൊക്കെയോ ആക്കി മാറ്റാൻ ശ്രമങ്ങൾ നടത്തുന്നത് തെറ്റാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ആ വാഗ്ദാനത്തിന്റെ എല്ലാം ശിലകൾ പാകിയതായിരുന്നു അന്നത്തെ ആദ്യത്തെ ബജറ്റ്. ആ ബജറ്റിനോളം സമഗ്രമായ ബജറ്റ് പിന്നുണ്ടായിട്ടില്ല. പിന്നെ വന്ന എല്ലാ ധനമന്ത്രിമാർക്കും ബജറ്റിന്റെ ദിശാപഥത്തെ പറ്റിയുള്ള ചിന്താവേളകളിലെല്ലാം എനിക്കുറപ്പാണ് ആദ്യത്തെ ഈ ബജറ്റ് അച്യുതമേനോന്റെ കയ്യൊപ്പുള്ള ബജറ്റ്, ആ ബജറ്റ് വഴികാട്ടിയായി ഉണ്ടായി കാണും. ഇതെല്ലാമാണ് അച്യുതമേനോൻ. അച്യുതമേനോന്റെ ജീവിതത്തെപ്പറ്റി പറയുമ്പോൾ, രാഷ്ട്രീയത്തെപ്പറ്റി പറയുമ്പോൾ, ഭരണ സാഹിത്യ പാഠവത്തെപ്പറ്റി പറയുമ്പോൾ ഇതുപോലെ പറഞ്ഞാൽ നമുക്കെല്ലാം ഓർക്കാനും പറയാനും പല കാര്യങ്ങൾ കാണും. അതെല്ലാം ഞാൻ പറഞ്ഞു പോകുന്നില്ല. നേതാക്കളായ പലരും സംസാരിക്കാൻ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്കെല്ലാം മിക്കവർക്കും ഇവിടെ പറഞ്ഞതുപോലെ കോഴിക്കോട്ട് പോകാൻ തിരക്കുമുണ്ട്. 57 ഗവൺമെൻറ് ആയുസ് ചെറുതായിരുന്നു. 59 ആ ഗവൺമെൻറ് വീടും. പിന്നെ ഒരു ഗവൺമെൻറ് വന്നത് 67 ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ്. ആ ഗവൺമെൻറ് രാഷ്ട്രീയ കാരണങ്ങളാൽ കാലാവധി പൂർത്തിയാക്കാൻ പറ്റിയില്ല. 69 ആ ഗവൺമെൻറ്റും. ജമ്മു കാശ്മീർ ഹരിയാന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രവികുമാർ വാർത്താ സമ്മേളനത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളായി നടത്തും. ഒന്നാം ഘട്ടം സെപ്റ്റംബർ 18-നും, രണ്ടാം ഘട്ടം 25-നും, മൂന്നാം ഘട്ടം ഒക്ടോബർ 1-നും. ഹരിയാന തെരഞ്ഞെടുപ്പ് ഒക്ടോബർ 1-നുമാണ്. ഒക്ടോബർ 4-ആണ് വോട്ടെണ്ണൽ. ഭൂമി തരംമാറ്റൽ അപേക്ഷാ ഫീസ് ഇനത്തിൽ 2018 മുതൽ 2000 കോടി രൂപ സർക്കാരിന് ലഭിച്ചിട്ടും നെൽ കർഷകർക്ക് നെല്ല് വില നൽകുന്നില്ല എന്ന് തൃശൂർ എലഞ്ഞിക്കുളം കർഷക സമിതി പ്രസിഡന്റും ജില്ലാ പൗരാവകാശ വേദി ചെയർമാനുമായ ദാസൻ കാട്ടുങ്കൽ പരാതിപ്പെടുന്നു. ഭൂമി തരംമാറ്റ അപേക്ഷാ ഫീസ് തരംമാറ്റ ഫീസ് ഇനത്തിൽ സുമാർ 2000 കോടിയോളം വരുമാനം 2018 മുതൽ ഇതുവരെ നമ്മുടെ സർക്കാരിലേക്ക് ലഭിച്ചിട്ടുണ്ട് എന്നറിയുക. മേൽപ്പറഞ്ഞ ഫീസുകളെല്ലാം കാർഷിക അഭിവൃദ്ധി എന്ന പേരിലുള്ള ഒരു ഫണ്ടിലേക്ക് സ്വീകരിക്കുവാനും അപ്രകാരമുള്ള ഫണ്ട് നെൽകൃഷി പ്രോത്സാഹനം, നെൽവയൽ സംരക്ഷണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാനും ഇവിടെ നിയമമുള്ളതാണ്. നെൽകൃഷി പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നെല്ലിന്റെ വില വായ്പയായി അല്ലാതെ ദിവസങ്ങൾക്കകം കൃഷിക്കാരന്റെ അക്കൗണ്ടിലേക്ക് നൽകുകയാണ്.
കൂടാതെ വെള്ളം, വളം, വിത്ത് എന്നിവ കൃത്യസമയങ്ങളിൽ കർഷകർക്ക് ലഭ്യമാക്കുവാനുള്ള സംവിധാനം ഉണ്ടാകണം. കൃഷിവകുപ്പ് കൊല്ലം തോറും ബജറ്റിൽ വകയിരുത്തുന്ന വൻതുകയുടെ 90% കെട്ടിടം പണിയുവാനും ഓഫീസുകൾ മോടി പിടിപ്പിക്കുവാനും ഫർണിച്ചറുകളും വാഹനങ്ങളും സെമിനാറുകളും അവാർഡുകളും നൽകാൻ ചെലവഴിക്കുന്നുവെന്ന സത്യം പറയാതിരുന്നുകൂടാ. പാടത്തിറങ്ങി ഇന്നുവരെ പണിയെടുക്കാത്തവരാണ് അധികാരം കൈയാളി കാർഷിക രംഗം മുച്ചൂടും നശിപ്പിക്കുന്നത് എന്ന് കർഷകർ എന്നും വേദനയോടെ ഓർക്കുന്ന സത്യമാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ സർക്കാരിന് നൽകിയ നെല്ലിന്റെ വില 60.63 കോടി രൂപ ഇന്നേ വരെ ബാങ്ക് വായ്പയായി പോലും ലഭിച്ചിട്ടില്ല. മേൽപ്പറഞ്ഞ ഭൂമി തരമാറ്റൽ അപേക്ഷാ ഫീസ് 2000 കോടി രൂപ ഒരു റിവോൾവിംഗ് ഫണ്ടായി നിലനിർത്തിയാൽ സംസ്ഥാനത്തെ നെൽകൃഷിക്കാർക്ക് നെല്ലുകൊടുത്ത് ദിവസങ്ങൾക്കകം തന്നെ പണം വായ്പയായി അല്ലാതെ തന്നെ നേരിട്ട് പണമായി കൊടുക്കുവാൻ സാധിക്കും. കേന്ദ്ര അലോട്ട്മെന്റ് വരുന്നതിനനുസരിച്ച് ഈ ഫണ്ടിലേക്ക് തിരികെ നൽകിയാൽ മതിയല്ലോ. കൃഷിക്കാർക്ക് വായ്പ നൽകിയതിന്റെ കണക്കിൽ ബാങ്കുകൾക്ക് കൊടുത്ത് ഓരോ കൊല്ലവും കളയുന്ന കോടിക്കണക്കിന് രൂപ പലിശ ഇനത്തിലും സർക്കാരിന് ലഭിക്കാം. നാളെ ചിങ്ങം 1 കർഷക ദിനമായി കേരളം ഒട്ടുകെ ആഘോഷിക്കുന്നു. കേരളത്തിലെ കർഷകരെ പൊന്നാട ചുറ്റിയും പലകം നൽകിയും ആദരിക്കുന്നു. നല്ല കാര്യം തന്നെ. ഒരു വെയിലത്തും പെരുമഴയത്തും ചേറിലും ചെളിയിലും കഠിനാധ്വാനം ചെയ്യുന്ന കർഷകനെ ആദരിക്കണം. അത് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ അത് ഭരണവർഗത്തിൻ്റെ മേന്മയായി കണക്കാക്കുന്ന ഒരു സംരംഭമായി, ഒരു പ്രക്രിയയായി അധപതിക്കരുത് എന്നാണ് തൃശ്ശൂർ ജില്ലാ പൗരാവകാശ വേദിക്ക് പറയാനുള്ളത്. ഫലത്തിൽ അത് അധപതിച്ച കാഴ്ചയാണ് ഇവിടെ കാണാൻ കിട്ടുന്നത്. നിങ്ങൾക്കറിയോ, തൃശ്ശൂർ ജില്ലയിൽ മാത്രം 500-ൽ പരം വരുന്ന നെൽ കർഷകർക്ക് 10.63 കോടി രൂപയാണ് നെല്ലിൻ്റെ വില ഇനത്തിൽ ഇനിയും കൊടുക്കാനുള്ളത്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അവർ കൊടുത്ത നെല്ലിൻ്റെ പൈസയാണ് ഇതേവരെ കൊടുത്തിട്ടില്ല. കർഷകർ ആത്മഹത്യ ചെയ്താലേ കൊടുക്കൂ എന്ന് ഗവൺമെൻറ് വാശി പിടിക്കരുത്. അവർ ദുരിതത്തിലാണ്. അവർക്ക് ആ പൈസ കിട്ടണം. ആ പൈസ കൊടുത്തിട്ട് ഇതുപോലത്തെ അവാർഡ് മാമാങ്കങ്ങൾ അരങ്ങേറുമ്പോൾ അതിലൊരു അർത്ഥമുണ്ട്. ഇത് അനർത്ഥമാണെന്ന് തൃശ്ശൂർ ജില്ലാ പൗരാവകാശ വേദി പറയുന്നു. കുറാഞ്ചേരിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞ 19 പേരുടെ ഓർമ്മകളുമായി ബന്ധുക്കളും ജനപ്രതിനിധികളും ഛായാചിത്രങ്ങൾക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തി. 2018 ഓഗസ്റ്റ് 16-നാണ് നാടിനെ നടക്കിയ ദുരന്തം നടമാടിയത്. ഉരുൾപൊട്ടലിൽ ജീവൻ ഉൾപ്പെടെ സർവസ്വവും കവർന്ന കറുത്ത ദിനം ഓർമ്മസ്മരണകൾക്കൊപ്പം പേടി സ്വപ്നവുമാണ്. ജീവിതാഭിലാഷങ്ങൾ സ്വപ്നം കണ്ട് സ്വാതന്ത്ര്യദിനവും ആഘോഷിച്ച് സുഖനിദ്രയിലായവരാണ് വിധിയുടെ വിളയാട്ടത്തിൽ പ്രതീക്ഷകൾ തകിടം മറിച്ച് മണ്ണിനോട് ചേർന്നത്. ദുരന്തത്തിൽ ഒട്ടനവധി വീടുകളും കച്ചവട സ്ഥാപനങ്ങളും നിലം പൊത്തിയിരുന്നു. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ദിവസങ്ങളോളം പരിശ്രമിച്ചാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ ഓർമ്മ പുതുക്കാനായി ഇക്കുറിയും കുറാഞ്ചേരിയിലെ ദുരന്തഭൂമിയിൽ ഒത്തുകൂടി ഛായാചിത്രത്തിന് മുൻപിൽ നൊമ്പരത്തോടെ പുഷ്പാർച്ചന നടത്തി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. AC മൊയ്തീൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ MR അനൂപ് കിഷോർ, കൗൺസിലർ K അജിത് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, തിക്കുങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ തുടങ്ങിയവർ ദീപം തെളിയിച്ചു. മരണപ്പെട്ടവരുടെ ഉറ്റവരും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ഏറ്റവും വലിയ ദുരന്തം ഇതുപോലെ അതിശക്തമായ കേരളം കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ഇല്ലാത്ത മഴയുടെ പശ്ചാത്തലത്തിലാണ് കേരളമാകെ മുങ്ങിപ്പോകുന്ന ദുരന്തമുണ്ടായത്. പക്ഷെ അതിൽ നിന്ന് തളർന്നു പോവുകയല്ല നമ്മൾ ചെയ്തത്. അതിനെ അതിജീവിക്കാൻ ഇന്ത്യക്ക് മാതൃകയായി കേരളം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ചെയ്തത്. 10,000-കണക്കിന് കോടി രൂപയുടെ നാശനഷ്ടവും മനുഷ്യൻ്റെ നഷ്ടവും ജീവജാലങ്ങളുടെ നഷ്ടവുമെല്ലാം നമ്മൾ അതിജീവിച്ച് കേരളം മുന്നോട്ട് വന്നത് അത്ഭുതത്തോടെയാണ് ലോകം കണ്ടത്. അതിനുശേഷം ഇടുക്കിയിലും മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം തുടർന്ന് ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രദേശം തന്നെ പലപ്പോഴും ഭൂചലന സാധ്യതയുള്ള പ്രദേശങ്ങളിലൊന്നാണ്. മുമ്പ് പരിശോധിച്ച പലപ്പോഴും പറയുന്നത് ദേശമംഗലമാണ് പ്രഭവ കേന്ദ്രം. ഇപ്പോൾ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് കൃത്യമായ വിവരവും നമുക്ക് ലഭ്യമല്ലാത്ത കാലാവസ്ഥയാണ്.
ഭൂചലനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഭൗമശാസ്ത്ര പഠന കേന്ദ്രവും മറ്റുമൊക്കെയായി പഠനം നടക്കുന്നുണ്ട്. പക്ഷേ ഉണ്ടാവുമോ എന്ന് പറയാനുള്ള ശാസ്ത്രം ഇന്നും ലോകത്ത് ലഭ്യമായിട്ടില്ല. നെല്ലങ്കര മാർ എസ്തപ്പാനോസ് സഹദ് പള്ളി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 8:30 ഇടവക വികാരി റവറൻ ഫാദർ മൈക്കിൾ പി വള്ളവത്ര പതാക ഉയർത്തി. വയനാട് നടന്ന ദുരന്തത്തിന് അനുശോചനം രേഖപ്പെടുത്തുന്ന സഹവികാരി റവറൻ ഫാദർ MD അബി മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. ഇടവക കൈക്കാരന്മാരായ TP ബാബു, തിമോത്തി വടക്കൻ, സഭാ കൗൺസിൽ അംഗങ്ങളായ ഹെലൻ ബാബു, ജിൻസൺ പോൾ, ജീസ് AJ തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. കാൽഡിയൻ സിറിയൻ ചർച്ച് LP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഇടവക വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ 19ാമത് ബിരുദദാന ചടങ്ങ് 18 അലുനി അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെയും പ്രോ ചാൻസലർ വീണ ജോർജിന്റെയും സാന്നിധ്യത്തിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 7 വിഭാഗങ്ങളിലെയും ഫാക്കൽറ്റി ഡീൻമാർക്ക് പുറമെ ബിരുദം ഏറ്റുവാങ്ങുന്ന വിദ്യാർത്ഥികൾ, പ്രത്യേക ക്ഷണിതാക്കൾ തുടങ്ങിയവരും പങ്കെടുക്കും. ബിരുദദാന ചടങ്ങിൽ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ പഠനം പൂർത്തീകരിച്ച 11,166 പേർക്കാണ് ബിരുദ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. പത്രസമ്മേളനത്തിൽ ഡോക്ടർ മോഹൻ കുന്നുമേൽ, ഡോക്ടർ S ഗോപാലകൃഷ്ണൻ, ഡോക്ടർ S അനിൽകുമാർ, MS സുധീർ, ഡോക്ടർ VM ഇക്ബാൽ, ഡോക്ടർ S ഷാജി, ഡോക്ടർ K ബിനോജ്, PRO KG സുമൻ, കൺവീനർ CR ആരതി തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിൽ കൃത്യമായിട്ട് കോൺവെക്കേഷൻ നടത്തുന്ന ഒരേയൊരു സർവകലാശാല ആരോഗ്യ സർവകലാശാലയാണ്. കാരണം കോൺവെക്കേഷനിൽ കൂടി മാത്രമേ നമുക്ക് ഡിഗ്രി നൽകാൻ പറ്റുകയുള്ളൂ. ബാക്കി സർവകലാശാലകളിലൊക്കെ തന്നെ അതാത് സിൻഡിക്കേറ്റിന് ഡിഗ്രി അവാർഡ് ചെയ്യാൻ പറയാം. ഇവിടെ ഡിഗ്രി അവാർഡ് ചെയ്യാൻ സിൻഡിക്കേറ്റ് പറഞ്ഞാൽ, ഗവേണിംഗ് കൗൺസിൽ പറഞ്ഞാലും അതിനുശേഷം ബഹുമാനപ്പെട്ട ചാൻസലർ ഈ കോൺവെക്കേഷൻ രജിസ്റ്ററിൽ ഒപ്പിടുന്നതോടുകൂടി മാത്രമേ അത് വാലിഡ് ആവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം ചാൻസലർ ഒപ്പിടുന്ന ആ രജിസ്റ്ററിൽ 11,000-ഓളം പേരുടെ ഡിഗ്രിയാണ് കൊടുക്കാൻ പോകുന്നത്. 11,000-ഓളം പേര് വരും. അതിൽ പോസ്റ്റ് ഗ്രാജുവേറ്റുകൾ 1,057, അണ്ടർ ഗ്രാജുവേറ്റുകൾ 10,109. അങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ ഇതിനകത്ത് ഓരോന്നിലും എത്ര പേര് വീതം എന്നൊക്കെയുള്ള കണക്ക് കൊടുത്തിട്ടുണ്ട്. രാമവർമ്മപുരം ബഡ് സ്കൂളിൽ നടന്ന ദിനാഘോഷം ഡിവിഷൻ കൗൺസിലർ രാജശ്രീ ഗോപൻ ദേശീയ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ CDS ചെയർപേഴ്സൺ സത്യഭാമ വിജയൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ സിറ്റി പോലീസ് SI PA ഡേവിസ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക PN സജി, BRC ഒല്ലുക്കര ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ അധ്യാപിക CL ഗ്രീതു, രാമവർമ്മപുരം ബഡ് സ്കൂൾ അധ്യാപിക PP ധന്യ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക്
ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. INC നെല്ലങ്കര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാവിലെ 7:30 നെല്ലങ്കര പുത്തൻവെട്ടുവഴി ജംഗ്ഷനിൽ തിമോത്തി വടക്കൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വയനാട് നടന്ന ദുരന്തത്തിന് അനുശോചനം രേഖപ്പെടുത്തി. തുടർന്ന് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. വേലപ്പൻ നായർ, അജിതൻ, ഷാജു CP, സെബാസ്റ്റ്യൻ, ആനി വറീദ്, വർഗീസൂക്കൻ, ഉദയകുമാർ, വിനീത്, വിപിൻ, സന്തോഷ്, ഫിലോമിന, ആലിസ് ജോൺസൺ തുടങ്ങിയ നെല്ലങ്കരയിലെ കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ വാർഷിക സമ്മേളനവും വടക്കാഞ്ചേരി ഡിവിഷൻ രൂപീകരണ സമ്മേളനവും 19 രാവിലെ 9 സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് NT ബേബി അധ്യക്ഷത വഹിക്കും. സേവ്യാർ ചിറ്റിലപ്പള്ളി MLA, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി P. ബാലകൃഷ്ണൻ പിള്ള മുഖ്യാതിഥികളാകും. പത്രസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് NT ബേബി, വടക്കാഞ്ചേരി ഡിവിഷൻ പ്രസിഡന്റ് KV ജോസ്, ഡിവിഷൻ സെക്രട്ടറി TV ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശ്ശൂർ ഡിവിഷൻ പെൻഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരി ഡിവിഷന്, അതുപോലെ തൃശ്ശൂർ ഈസ്റ്റ് ഡിവിഷൻ, തൃശ്ശൂർ വെസ്റ്റ് ഡിവിഷൻ, ജനറേഷൻ, ഇത്രയും കൂടിച്ചേർന്നിട്ടുള്ളൊരു ഡിവിഷനായിരുന്നു തൃശ്ശൂർ ഡിവിഷൻ. പെൻഷനേഴ്സ് അസോസിയേഷന് അതുകൂടാതെ കൊടുങ്ങല്ലൂർ ഡിവിഷൻ കമ്മിറ്റിയുണ്ട്, ഇരിങ്ങാലക്കുട ഡിവിഷൻ കമ്മിറ്റിയുണ്ട്, ചാലക്കുടി ഡിവിഷൻ കമ്മിറ്റിയുണ്ട്, കുന്നംകുളം ഡിവിഷൻ കമ്മിറ്റിയുണ്ട്. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം തിരുവല്ലാമല, പഴയന്നൂര്, അതുപോലെ ചേലക്കര, ദേശമംഗലം, കൊണ്ടാഴി, മെഡിക്കൽ കോളേജ് സെക്ഷന്, എരുമപ്പട്ടി, പുന്നമ്പറമ്പ്, ചെറുതുരുത്തി, ഇതെല്ലാം ഉൾപ്പെട്ട വലിയൊരു ഏരിയ ആയത് പെൻഷൻകാർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടത്താൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ തൃശ്ശൂരത്തെ ഓഫീസിൽ പോകുന്നുണ്ട്. ആ സ്ഥിതിയിലാണ് തൃശ്ശൂർ ഡിവിഷൻ വിഭജിച്ച് വടക്കാഞ്ചേരി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നടത്തറ പഞ്ചായത്ത് സ്പർശം BRC സ്കൂളിൽ ബഡ്സ് ദിനാഘോഷം സംഘടിപ്പിച്ചു. തനിച്ചല്ല നിങ്ങൾ, ഒപ്പമുണ്ട് ഞങ്ങൾ എന്ന മുദ്രാവാക്യമുയർത്തി സംഘടിപ്പിച്ച പരിപാടി നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 14, 15, 16 തീയതികളിലായി സംഘടിപ്പിച്ച പരിപാടിയിൽ ഗൃഹസന്ദർശനം, സ്വാതന്ത്ര്യദിനാഘോഷം, ബോധവൽക്കരണ ക്ലാസ് തുടങ്ങിയവ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PK അഭിലാഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ ജീജ ജയൻ, വൈസ് ചെയർപേഴ്സൺ ശാലിനി സുനിൽ, സ്കൂൾ അധ്യാപിക റാണി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ബസ് ദിനാഘോഷത്തിന്റെ ഭാഗമായി പൂമ്പാറ്റ ടീം അവതരിപ്പിച്ച ശിങ്കാരിമേളവും ഉണ്ടായിരുന്നു. ആദ്യമായി 2004 വിളവികുളം പഞ്ചായത്തിലാണ് ബഡ്സ് സ്കൂൾ ആരംഭിച്ചത്. അതിൻ്റെ ഓർമ്മയ്ക്ക് അതിൻ്റെ ഒരു ഇതായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 16 തീയതി ബഡ്സ് ഡേ ആയി ആചരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ പഞ്ചായത്ത് ഉത്സവത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇതുപോലെ കുടുംബശ്രീ വിഷയമായി സഹകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു സ്ഥാപനം ആരംഭിക്കണമെന്ന് നമ്മൾ ആലോചിച്ചു. നിരവധിയായ ആളുകൾ, ഭിന്നശേഷിയുള്ള നിരവധിയായ കുട്ടികളും അതുപോലെ തന്നെ 15 വയസ്സിന് മുകളിലുള്ള ആളുകളും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള സംവിധാനം നമുക്കുണ്ടാകണമെന്ന് ആലോചിക്കുകയും അങ്ങനെ ആ സമയത്ത് ആലോചിച്ച സമയത്ത് നിരവധിയായ പ്രശ്നങ്ങൾ
ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ AKPAയുടെ സംസ്ഥാനതല ഫോട്ടോഗ്രാഫി മത്സര ജേതാവായി മൻസൂർ കൂത്രാടൻ മലപ്പുറത്തെ തെരഞ്ഞെടുത്തു. തൃശൂർ ക്ലബ്ബിൽ വെച്ചായിരുന്നു ഫലപ്രഖ്യാപനം. ഓഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രാഫി ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാനതല മത്സരം സംഘടിപ്പിച്ചത്. ഡെയിലി ലൈഫ് എന്ന വിഷയത്തിൽ 24 എൻട്രികളിൽ നിന്ന് 2148 ചിത്രങ്ങൾ ലഭിച്ചു. 786 അംഗങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഓഗസ്റ്റ് 5 മത്സരം സമാപിച്ചു. ഗ്രാൻഡ് പ്രൈസായ 1 ലക്ഷം രൂപയും ട്രോഫിയും പ്രശസ്തി പത്രവുമാണ് മൻസൂർ കൂത്താടൻ മലപ്പുറത്തിന് ലഭിക്കുക. ഓണറബിൾ മെൻഷൻ പുരസ്കാരമായി 10,000 രൂപ ട്രോഫിയും പ്രശസ്തി പത്രവും 8 പേർക്കും നൽകും. ലോക ഫോട്ടോഗ്രാഫി ദിനമായ ഓഗസ്റ്റ് 19 തൃശൂരിൽ വെച്ച് നടത്തുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യും. AKPA സംസ്ഥാന ഭാരവാഹികളായ AC ജോൺസൺ, ബിനോയ് കാളാട്ടുംകുഴി, ഉണ്ണി കൂവോട്, റോണി അഗസ്റ്റിൻ, ടൈറ്റസ്, സിജി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്. പൊന്നൂക്കര സെന്റ് ജോസഫ് പള്ളിയിൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ സംയുക്തമായി ആഘോഷിച്ചു. വ്യാഴാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പള്ളി വികാരി ഫാദർ ജിമ്മി കല്ലിങ്കൽക്കുടിയിൽ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് ഇടവകയിലെ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വൈകിട്ട് പൊന്നൂക്കര കപ്പേളയിലേക്ക് ഭക്തിസാന്ദ്രമായ റാലിയും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. തിരുനാൾ ചടങ്ങുകൾക്ക് സഹവികാരി ഫാദർ സെബിൻ ചോനേഡൻ, പള്ളി കമ്മിറ്റി ഭാരവാഹികൾ, CLC അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. जय 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 जन्मभूमि, जय 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 भारत भूमि, जय 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 जन्मभूमि, जय 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 भारत भूमि, जय 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 जन्मभूमि, जय 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 भारत भूमि. ആകാശഗംഗയൊഴുകി വന്ന ഭൂമി, ആകാശഗംഗയൊഴുകി വന്ന ഭൂമി, ശ്രീകൃഷ്ണ ഗീതയമൃത തന്ന ഭൂമി, ശ്രീകൃഷ്ണ ഗീതയമൃത തന്ന ഭൂമി, വേദാന്ത സാര വിഹാര പുണ്യഭൂമി, വേദാന്ത സാര വിഹാര
കോർപ്പറേഷൻ ഒല്ലൂക്കര സോണലിലെ പറവട്ടാനിയിലുള്ള പകൽ വീട്ടിൽ ഓഗസ്റ്റ് 15-ന്റെ ഭാഗമായി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറും 20ാം ഡിവിഷൻ കൗൺസിലറുമായ ML റോസി ദേശീയ പതാക ഉയർത്തി. പകൽ വീട് പ്രസിഡന്റ് വിൽസൺ PK സ്വാഗതവും ട്രഷറർ ബീന അഗസ്റ്റിൻ നന്ദിയും പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ഡേവിസ് തെർമടം, ജോയിന്റ് സെക്രട്ടറി ജോയ്സി ജോൺസൺ, ശാന്ത ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അമലയിൽ പ്രവർത്തിക്കുന്ന ആബ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആബ ബെസ്റ്റ് സോഷ്യൽ വർക്കർ അവാർഡ് ദാനവും രജത ജൂബിലി സമാപന സമ്മേളനവും ഓഗസ്റ്റ് 18-ന് 4 മണിക്ക് അമല ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സോഷ്യൽ വർക്കർ അവാർഡ് ഇസാഫ് MD പോൾ തോമസിന് നൽകും. 25,000 രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. സമ്മേളനം ഇൻകം ടാക്സ് കമ്മീഷണർ ജ്യോതിസ് മോഹൻ ഉദ്ഘാടനം ചെയ്യും. ഫാദർ ജോസ് നന്ദിക്കര അധ്യക്ഷത വഹിക്കും. സേവ്യർ ചിറ്റിലപ്പള്ളി MLA സോവനി പ്രകാശനം ചെയ്യും. വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളും വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ഡെൽജോ പുത്തു, CA ജോസഫ്, CT ജോണി, PJ വർഗീസ്, ജോസഫ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിന്റെ നേതൃത്വത്തിൽ ചിറ്റട്ടയിലെ അഷ്റഫിനെ നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 18-ന് രാവിലെ 10-ന് സിനിമാ താരം നിയാസ് ബക്കർ തറക്കല്ലിടും. വടക്കാഞ്ചേരി ബ്ലോക്കിലുള്ള 9 പഞ്ചായത്തുകളിലെ അർഹരായ 9 കുടുംബങ്ങൾക്ക് വീടുകൾ പണികഴിപ്പിച്ചു നൽകുന്ന പദ്ധതിയാണ് സ്നേഹവീട്. ചടങ്ങിനോടനുബന്ധിച്ച് മെമ്പർമാർക്കും കുടുംബങ്ങൾക്കുമായി കുടുംബസംഗമവും SSLC, +2 എന്നിവയിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള എക്സലൻസി അവാർഡ് വിതരണവും നടത്തും. പത്രസമ്മേളനത്തിൽ ഹൈദർ കോയ, CM ഫിറോസ്, M അബൂബക്കർ, ഷാനു മച്ചാട് തുടങ്ങിയവർ പങ്കെടുത്തു. ചേറ്റിപ്പുഴ മുഖം ഗ്രാമീണ നാടകവേദിയുടെ ജോസ് ചിറമൽ സംസ്ഥാന അവാർഡ് പ്രഖ്യാപനം ഓഗസ്റ്റ് 24-ന് തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 37ാം വാർഷിക ദിനമായ സെപ്റ്റംബർ 8-ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ അവാർഡ് സമർപ്പണം നടത്തും. ഡോക്ടർ ചുമ്മാർ ചുണ്ടൽ, ഡോക്ടർ CR രാജഗോപാൽ അവാർഡ് സമർപ്പണവും അന്നേ ദിവസം നടത്തും. ജയരാജ് വാര്യർ, നന്ദകിഷോർ, ഷൈജു അന്തിക്കാട് എന്നിവർക്കാണ് അവാർഡ്. 10,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും നൽകും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ C രാവുണ്ണി, MK പശുപതി, പോൾസൺ താണിക്കൽ, മനോഹർ ലാൽ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബാങ്ക് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സ്വീകരണം നൽകി. തെക്കുംകര CT ദേവസി സ്മാരക ട്രസ്റ്റ് അംഗങ്ങളിൽ നിന്ന് ആലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട TS ജോസഫ്, K ചന്ദ്രശേഖരൻ, KR സന്ദീപ്, കുട്ടൻ മച്ചാട്, ലിസി രാജു, രാധിക പുഷ്പാങ്കദൻ,
വീരോലിപ്പാടം ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ടി.വി. പൗലോസ് എന്നിവർക്ക് സി.ടി. ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മലക്കയിൽ വെച്ച് നടന്ന യോഗത്തിൽ സ്വീകരണം നൽകി. ടി.എസ്. ശങ്കരന്റെ അധ്യക്ഷതയിൽ ചെയർമാൻ പി.ജെ. രാജു ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ തോമസ് പുത്തൂർ, വി.എസ്. ഷാജി, കെ.എം. അബ്ദുൾ സലാം, വിനോദ് മാടവന, അനീഷ് കണ്ടമാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സി അച്യുതമേനോൻ ദിനവും അനുസ്മരണ സമ്മേളനവും ടൗൺ ഹാളിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. ജമ്മു കാശ്മീരിൽ ഹരിയാന തെരഞ്ഞെടുപ്പ് തീയതികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഭൂമി തരം മാറ്റൽ അപേക്ഷ ഫീസിനത്തിൽ 2000 കോടി രൂപ സർക്കാരിന് ലഭിച്ചിട്ടും നെൽ കർഷകർക്ക് നെല്ല് നൽകിയ വില ലഭിച്ചില്ലെന്ന് ദാസൻ കാട്ടുങ്കൽ. കുറാഞ്ചേരി ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞ 19 പേരുടെ സ്മരണകളുമായി ബന്ധുക്കളും ജനപ്രതിനിധികളും മരിച്ചവരുടെ ചിത്രങ്ങളിൽ പുഷ്പാർച്ചന നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.